അവിടെ ഇരിക്കുന്ന പത്രക്കാരോട് പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വീടില്ലാത്തത്ര മനുഷ്യരുണ്ട്. കനാലിൻ്റെ കരയിൽ ലൈറ്റ് ലാംപോളിൻ്റെ ചുവട്ടിൽ പാലത്തിനടിയിലൊക്കെ താമസിക്കുന്ന മനുഷ്യരില്ലേ, അവർക്ക് വോട്ട് ചെയ്യണ്ടേ? എന്തൊരു സോഷ്യലിസ്റ്റാണ് ഈ മനുഷ്യൻ. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മേൽവിലാസമില്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആർക്കും എന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ, ആ ബൂത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് സ്വാധീനമുള്ള ആൾക്ക് ഏത് പേരിലും വോട്ട് ചേർക്കാമല്ലോ. ഇതാരാണെന്ന് ചോദിച്ചാൽ ഹൗസ് നമ്പർ 0, ഈ മാത്യൂസ് ഫെറാറ എന്നോ മറ്റോ മാതിരി ഒരു പേരും ചേർക്കുക, ഹൗസ് നമ്പർ 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാരാണെന്ന് അന്വേഷിച്ച് അയാളുടെ ഐഡൻറ്റിറ്റി എന്താണ്, എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നോക്കൂ, ഹോംലെസ്സായ ഭവനരഹിതരായ മനുഷ്യർ അവർക്ക് വോട്ട് ചെയ്യാൻ ഈ ജനാധിപത്യത്തിൽ അവകാശമില്ലേ എന്ന് ഇലക്ഷൻ കമ്മീഷണർ തന്നെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ പ്രസംഗിച്ചാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, കള്ള വോട്ട് ചേർക്കാനും ഇരട്ട വോട്ട് ചേർക്കുവാനുമുള്ള സാധൂകരണം ഒരർത്ഥത്തിൽ ഭംഗ്യന്നര തന്നെ അതിനുള്ള സാധൂകരണം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് തന്നെ വന്നിരിക്കുകയാണ്. എങ്ങനെയും ചേർക്കാമെന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തോട് അദ്ദേഹം മറുപടി പറയേണ്ട വിഷയമില്ല. ഇങ്ങനെ ഹോംലെസ് ആയ ആളുകൾ എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്നത്? അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഹോംലെസ് ആയ ആളുകൾ ഇങ്ങനെ ഹൗസ് നമ്പർ 0 എന്ന് പറഞ്ഞ് ചേർക്കുകയാണെങ്കിൽ അതെന്തിനാണ് ഇവിടെ തന്നെ ആവുന്നത്? അല്ലെങ്കിൽ ഇതേ പേരിൽ ഇയാൾക്ക് ഹൗസ് നമ്പർ 0 എന്നാണ് വേറെ ഇടത്തും ചേർക്കാൻ പറ്റില്ലേ? അങ്ങനെ ഭവനരഹിതരായ ആളുകൾ ഇങ്ങനെയാണ് വോട്ട് ചേർക്കേണ്ടത്, അങ്ങനെ ഒരു നിർദ്ദേശം നമുക്കുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇല്ലാത്ത ആളുകളുടെ പേരിലും, ഇല്ലാത്ത ആളുകളുടെ പേരിലും, ജിന്നുകളുടെ പേരിലും, കശ്മീരികളുടെ പേരിലും, ബ്രസീലിയൻസിൻ്റെ പേരിലും എല്ലാം എന്ത് ചെയ്യും? അവരെല്ലാം വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികൾ അറിയുന്നത്. അതാണ് നമ്മൾ തൃശ്ശൂരിൽ കാണുന്നത്. പ്രസിദ്ധീകരിച്ചതിന് ശേഷം അറിയുമ്പോൾ ഫൈനൽ ലിസ്റ്റിലാണ് ഇത് കാണുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാർ പോയി ചോദിക്കുകയാണ്, കളക്ടറെ, ഭരണാധികാരിയോട് പറയാൻ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ. അയ്യോ, അത് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ലിസ്റ്റിലുള്ളവരൊക്കെ വോട്ട് ചെയ്യട്ടെ. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. മുമ്പ് വോട്ടിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ കോടതിക്ക് പോയി വോട്ടിംഗ് കഴിഞ്ഞിട്ട് മുമ്പ് മറ്റേ ഈ നമ്മുടെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഷീർ, എറണാകുളം MLA ഉണ്ടല്ലോ, PK ബഷീർ നിയമസഭയിൽ പറഞ്ഞ സംഗതി ഉണ്ട്. എന്താണ്, വീടിന് അപേക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? റേഷൻ കാർഡ് വേണം. റേഷൻ കാർഡ് കിട്ടണം, എന്ത് വേണം? വീട് വേണം. എന്ത് ചെയ്യാനാണ്?